Next is the wireless security issues. The security issues wireless related to the wireless networks എന്ന് പറയുമ്പം it's a intercepted of the radio signals by the hacker and also by the non-management of its network. നമുക്കറിയാം ഈ വയർലെസ് നെറ്റ്വർക്ക്സ് എന്ന് വെച്ചാൽ which is dependent on the private networks ആണ് which is managed by others. So അതുകൊണ്ട് user has less control of security problems. So some of the wireless security issues നമുക്ക് നോക്കാം. ഒന്ന് denial of service attacks. ഈ അറ്റാക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ ടേം മുന്നേ കേട്ടിട്ടുണ്ടാവും. എന്താണ് denial of service attacks? ആ ഒരു പേരും തന്നെ അറിയാം. സർവീസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസസിനെ ഡിനൈ ചെയ്യുക മീൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസസിനെ നമുക്ക് കിട്ടാതിരിക്കുക. ദാറ്റ് ഈസ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്സ്. ദാറ്റ് ഈസ് all kinds of networks and especially in wireless network, that is prevent of users from using network services. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്ക് സർവീസസിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിനൈ ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്സ് by sending large amounts of unneeded data or connection request to the communication server by an attacker. അപ്പോൾ അതായത് എനിക്ക് സെർവറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് അറ്റാക്കർ കൊടുക്കുക, അപ്പോൾ അങ്ങനെ എനിക്ക് ആ സർവീസ് കിട്ടാതെ വരിക, which cause the slow network and therefore the users cannot benefit from the use of its service. ആ സർവീസിനെ ഡിനൈ ചെയ്യുക. Okay, next is traffic analysis. Traffic analysis means it's identifying and monitoring the communicating between users through listening to traffic flowing in the wireless channel in order to access private information. Private information access ചെയ്യാൻ വേണ്ടിയിട്ട് listening to traffic flow. That is traffic analysis. Trafficനെ analyze ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഈവ്സ്ഡ്രോപ്പിംഗ്. ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഒരു അറ്റാക്കർ അത് ആക്ച്വലി സോഴ്സും ഡെസ്റ്റിനേഷൻ തമ്മിലാണ് ഒറിജിനൽ കണക്ഷൻ, പക്ഷെ ആ ഒരു കണക്ഷന് ആ ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് എന്താണ്? ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒളിഞ്ഞു കേൾക്കുക അല്ലേ, ഒളിഞ്ഞു കേൾക്കുക എന്നാണ് നമ്മൾ ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു അറ്റാക്കർ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ അതിനെ ആക്സസ് ചെയ്യുന്നു, അതാണ് ഈവ്സ്ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്സ് എ നെറ്റ്വർക്ക് അറ്റാക്ക് ദാറ്റ് ദ ഇൻട്രൂഡർ capture and read the data content or any confidential information transmitted between the two computers on the network. Okay, next is spoofing. Spoofing means the attacker is impersonating an authorized account of another user. അതായത് ഞാൻ എയും ബി എന്ന് പറഞ്ഞ രണ്ട് ഈ ഒരു കേസ് നോക്കിക്കേ. ഇപ്പം നോക്കി, യൂസറും ഉണ്ട് വിക്ടിമും ഉണ്ട്. ആക്ച്വലി ഈ യൂസർ ഈ വിക്ടിമിന് ആണ് സെൻഡ് ചെയ്യുന്നത്, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഒരു അറ്റാക്കർ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന കുറച്ച് ഡേറ്റാസിനെ ആക്സസ് ചെയ്യുന്നു. ഡേറ്റാസ് ആക്സസ് മീൻസ് കുറച്ച് ഡേറ്റാസ് ഈ അറ്റാക്കറിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ആകെ ഈ യൂസർ അയക്കുന്നത് ഈ വി എന്ന് മാത്രമേ ഉണ്ടാവൂ, ഗ്രീൻ ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഈ അറ്റാക്കർ എന്ത് ചെയ്യുന്നു, അറ്റാക്കറിൻ്റെ കുറച്ച് ഡേറ്റയും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അതാണ് IP സ്പൂഫിംഗ്. അതായത് ഇത് ഞാനാണ്, ഈ യൂസറാണ് അയക്കുന്നത് എന്നുള്ള രീതിയിൽ അറ്റാക്കർ വിക്ടിമിന് അയക്കുന്നു, വിന് അയക്കുന്നു. മനസ്സിലായോ? ആക്ച്വലി ഇത് അയക്കുന്നത് ആരാണ്? യു അല്ല, ആരാണ്? അറ്റാക്കറാണ്. അതാണ് പറഞ്ഞാൽ impersonating an authorized account of another user to access sensitive data and unauthorized services. That is spoofing. This is IP spoofing. The last one is captured and retransmitted messages. That is captured and retransmitted messages spoofing പോലെ റിലേറ്റഡ് ആണ്. അതായത് കുറച്ച് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനായിട്ട് മോഡിഫൈ ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കുക, അതാണ് captured and retransmitted messages. So these are the wireless related security issues. The next is device security issues. So നമ്മുടെ മൊബൈൽ ഡിവൈസസിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് ഇനി പറയുന്നത്. Okay, that is they are vulnerable to new types of security attacks and vulnerable to theft. Theft എന്ന് പറഞ്ഞാൽ ആ ഡിവൈസസിനെ ഉള്ള സെൻസിറ്റീവ് ഡേറ്റനെ അതിനെ നമ്മളെന്താ തെഫ്റ്റ് ചെയ്യുക, മീൻസ്
ആ ഒരു സെൻസിറ്റീവ് ഡേറ്റയെ നമ്മൾ മോഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആക്വയർ ചെയ്യുക. അതാണ് ഡിവൈസ് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ. കോമൺലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൽവെയർ ഫങ്ഷൻസ് ആയ വൈറസും സ്പൈവെയറും ട്രോജൻ ഒക്കെയാണ്. ഓക്കെ, അതിൽ വരുന്ന സം ഓഫ് ദ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് പുൾ അറ്റാക്സ്. പുൾ അറ്റാക്സ് എന്ന് പറയുന്നത് അറ്റാക്കർ ഇറ്റ് കൺട്രോൾസ് എ ഡിവൈസ് ആസ് എ സോഴ്സ് ഓഫ് ഡേറ്റ. ഞാനാണ് ആ ഒരു ഡേറ്റയുടെ സോഴ്സ് എന്നുള്ള രീതിയിൽ വിച്ച് ഒബ്റ്റെയിൻ ഡേറ്റ ബൈ ഡിവൈസ് ഇറ്റ്സെൽഫ്. ദാറ്റ്സ് പുൾ അറ്റാക്ക്. പുഷ് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്രിയേറ്റ്സ് എ മലീഷ്യസ് കോഡ് അറ്റ് ദ മൊബൈൽ ഡിവൈസിൽ ഒരു മലീഷ്യസ് കോഡ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു കോഡ് എന്ത് ചെയ്യും, ബാക്കി നെറ്റ്വർക്കിലുള്ള എല്ലാ എലമെൻസിനും സ്പ്രെഡ് ചെയ്യും. ദാറ്റ് ഇസ് പുഷ് അറ്റാക്ക്. പുൾ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഞാനാണ് ആ ഒരു ഡേറ്റൻ്റെ സോഴ്സ് എന്നുള്ള രീതിയിൽ അറ്റാക്കർ ആ ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യും. നെക്സ്റ്റ് ഇസ് ഫോഴ്സ്ഡ് ഡി ഓതൻറ്റിക്കേഷൻ. മീൻസ് ഇപ്പോൾ ഒരു കണക്ഷൻ അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു പുതിയൊരു റീകണക്ഷന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യും ടു ഗെറ്റ് എ ന്യൂ സിഗ്നൽ. ആ ഒരു പുതിയൊരു കണക്ഷനിൽ ഈ ഇൻസേർട്സ് ഇറ്റ്സ് ഡിവൈസ് ബിറ്റ്വീൻ ദ മൊബൈൽ ഡിവൈസ് ആൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൊബിലിറ്റി. മൊബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ത്രെട്ട് വരുവാണെങ്കിൽ ആ ഒരു യൂസർ പ്രൊഫൈൽസ് തന്നെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ ആ ത്രെട്ടിനെ replicate ചെയ്യും. Okay, that is repetition of sensitive data on different sites and increase of security threats. Next is disconnection. Disconnection means when the mobile device crosses different places, it occurs in frequent disconnections caused by external party resulting handoff. അതായത് ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ കണക്ഷനെ വേറൊരു വേറൊരു കണക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താണ് ഹാൻഡ് ഓഫ് ആണ് അവിടെ നടക്കുന്നത്. So frequent disconnections vary that caused by external party resulting handoff. So these are the security issues related to the mobile devices. Okay. So these are some of the security issues involved in the mobile computing. Mainly general security issues, then security issues related to transmission of information over wireless network, then issues related to the information and data residing on mobile devices.